الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും മരണം വരെ അവന്റെ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടുവാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ അത് ഉയരാനും വളരാനും കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് അയാൾ നമുക്ക് വേണ്ട ഗൈഡ് ലൈൻ നൽകിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമാകാതിരിക്കുന്ന നമുക്ക് ഒരു നല്ല ഒരു ജോലി ഏർപ്പാടാക്കി തന്നിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് എത്രത്തോളം സ്നേഹവും ആദരവും ബഹുമാനവും തോന്നും. വളരെ അപകടകരമായ ഒരവസ്ഥയിൽ ആരോഗ്യരംഗത്ത് നാം പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ചികിത്സയും തന്ന് നമ്മെ പരിപാലിച്ച ഒരാൾക്ക് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാകണം. യഥാർത്ഥത്തിൽ ഇതിനേക്കാളെല്ലാം 10 മടങ്ങ് ജീവിതത്തിലുടനീളം നമുക്ക് എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും വന്നിണങ്ങാൻ കാരണക്കാരനായ ഒരു വ്യക്തി അതാരാണെന്ന ചോദ്യത്തിന് യാതൊരുവിധ അർത്ഥശങ്കക്കുമിടയില്ലാത്ത വിധം പറയാനാകുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എന്റെ ദീനിനെ നീ നന്നാക്കി തരേണമേ, എന്റെ എല്ലാ കാര്യങ്ങളുടെയും അവലംബം എന്റെ ദീനാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്,
അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച ആ ജനവിഭാഗം ഈ ദീനിനെ പുലുകിയിരുന്നെങ്കിൽ, പടച്ചറബ്ബിൽ വിശ്വസിക്കുകയും അവർ പടച്ചറബ്ബിന്റെ വിധികളും വിലക്കുകളും പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം ബറക്കാത്തുകൾ ഇറക്കിക്കൊടുക്കുമായിരുന്നു എന്ന് പടച്ചറബ്ബ് പറഞ്ഞത് ഈ ദീനിന്റെ മഹാസിനാണ്, ഈ ദീനിന്റെ നേട്ടവും ഗുണവുമാണ്. ഒരു മനുഷ്യന്റെ ഇഹത്തിലും പരത്തിലും അയാൾക്ക് വിജയവും സൗഭാഗ്യവും കൊണ്ടെത്തിക്കുന്നത് ഈ ദീനാണ്. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീനിനെ ആർ പിൻപറ്റുന്നുവോ അവന് ദൗർഭാഗ്യം ബാധിക്കുകയില്ല. അവന് മാനസികമോ ശാരീരികമോ കുടുംബപരമോ സാമൂഹികമോ ആയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയില്ല. വലാ യശ്ഖാ, അവന് ഏതെങ്കിലും തരത്തിലുള്ള ദൗർഭാഗ്യം ബാധിക്കുകയില്ല. അതുപോലെ തന്നെ അവൻ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടാകാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ ഉണ്ടാക്കാത്ത വിധം അവന് സന്മാർഗത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കും. അവൻ ചെയ്യേണ്ടത് എന്താണ്? ഫമനിത്തബഅ ഹുദായ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പൂർത്തീകരിച്ച ആദം നബി മുതൽ ഇങ്ങ് മുഹമ്മദ് നബി വരെയുള്ള നൂറ്റാണ്ടുകളുടെ ആ കാലപ്പഴക്കമുണ്ടെങ്കിലും ആദം നബി പറഞ്ഞ ആ ദീന് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിൽ നിന്നുള്ള ഹുദ. ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത്, എന്നിൽ നിന്ന് നിന്നിലേക്കൊരു ഹുദ വരും, ആ ഹുദയെ നീ പിൻപറ്റണം. നൂറ്റാണ്ടുകൾക്കിപ്പുറം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആൻ അവതരിപ്പിച്ചപ്പോഴും അള്ളാഹു പറഞ്ഞത്, ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഈ കിതാബിൽ യാതൊരുവിധ ഡൗട്ടുമില്ല, ഇത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹുദയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിമ മനുഷ്യൻ ആദം നബിക്ക് അള്ള കൊടുക്കുമെന്ന് പറഞ്ഞ ഹുദ, അതേ ഹുദ നൂറ്റാണ്ടുകൾക്കിപ്പുറം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിരിക്കുകയാണ്. ആ ഹുദയിലാണ് എല്ലാ സമാധാനവും സന്തോഷവും വിജയവും ശാന്തിയും കൺകുളിർമയും ആസ്വാദനവുമുള്ളത്. ഇബ്രാഹിം ഒരു അദ്ഹം പറഞ്ഞതുപോലെ, ലൗ അലിമൽ മുലൂക് വ അബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി മിനസ് സുറൂരി വൻ നഈം. നാം അനുഭവിക്കുന്ന സൗഭാഗ്യവും സന്തോഷവും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അറിഞ്ഞിരുന്നെങ്കിൽ ലജലദൂനാ ബിസ്സുയൂഫ്, അവർ നമ്മളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ആ സമാധാനം പിടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. കയ്യിൽ നയാ പൈസയില്ലാതെ, പശിയടക്കാൻ വകയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സാഹിദീങ്ങളായി ഭൗതിക വിരക്തരായി ജീവിച്ച നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ കാര്യമാണത്. നാം അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അനുഭവിക്കുന്നില്ല. എന്താണ് ആ സൗഭാഗ്യവും സന്തോഷവും? എന്തിലൂടെയാണ് ആ സൗഭാഗ്യവും സന്തോഷവും? കറൻസി കുമിഞ്ഞുകൂടുമ്പോൾ ഇല്ലാത്ത, സൗകര്യങ്ങളുടെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെടുമ്പോൾ ഇല്ലാത്ത, വെച്ചടി ഭൗതികമായ കയറ്റങ്ങൾ ലഭിക്കുമ്പോൾ ഇല്ലാത്ത ഒരു സന്തോഷവും സമാധാനവും നൽകുന്നത് എന്താണ്? സമ്പത്തും ഭക്ഷണവും സൗകര്യവും വീടും വാഹനവും ഭൗതികതയും നമുക്ക് നൽകാത്ത സന്തോഷം എന്താണ്? അതാണ് ദീന്. ആ ദീനാണ് ഇഹത്തിലും പരത്തിലും നമുക്ക് സന്തോഷം നൽകുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. പുണ്യവാളന്മാർ അവർ അനുഗ്രഹീതമായ ജീവിതത്തിലാണ്. മുഫസ്സിറുകൾ പറയുന്നത്, നഈമുൻ ഫിദ് ദുനിയ വ നഈമുൻ ഫിൽ ബർസഖി വ നഈമുൻ ഫീ ദാറിൽ ഖറാർ. ഈ ദുനിയാവിലും നാളെ ബർസഖിലും അതിനപ്പുറം പരലോകത്തും അവർ സുഖാനുഭൂതിയിലാണ്. ആര്? ഇന്നൽ അബ്റാറ, പുണ്യവാളന്മാർ. എവിടെയാണ് പുണ്യം? വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ സുന്നത്തിലുമാണുള്ളത്. ആരാണ് നമുക്ക് ഈ പുണ്യങ്ങൾ പഠിപ്പിച്ചു തന്നത്? നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പുണ്യം, ബിർറെന്താണെന്നും ഇസ്മെന്താണെന്നും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ ബിർറ് പാലിക്കുന്ന ആ അബ്റാറുകൾക്ക് അള്ളാഹു ദുനിയാവിലും ബർസഖിലും പരലോകത്തും നഈം നൽകുമെന്നാണ് പറഞ്ഞത്. സുഖാനുഭൂതി നൽകുമെന്നാണ് പറഞ്ഞത്. മനസ്സിന് സന്തോഷവും ഒരു കുളിർമയും ഒരു ആശ്വാസവും, അല്ലെ, ഒരു തെളിഞ്ഞ ചിന്തയും ജീവിത പ്രതിസന്ധിയിൽ കൃത്യമായ ഒരു വഴിയും നമ്മുടെ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗിന. ലൈസൽ ഗിന അൻ കസ്റത്തിൽ മാൽ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. സമ്പത്ത് ധാരാളം കുമിഞ്ഞുകൂടലല്ല ധന്യത. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിനുണ്ടാകുന്ന ധന്യതയാണ്. ആ ധന്യത കൊണ്ടുവരുന്നത് ഈ ഖുർആനാണ്. ഇഹത്തിലും പരത്തിലും നാളെ പരലോകത്ത് ആരുമില്ലാത്തടത്ത് വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈ പിടിക്കും. മനുഷ്യൻ ചോദിക്കും, ആരാണ് നീ? ഞാൻ ഖുർആനാണ്. നീ ദുനിയാവിൽ എന്നെ പാരായണം ചെയ്ത് എന്നെ അനുസരിച്ച് എന്നെ ഫോളോ ചെയ്ത് ജീവിച്ചതുകൊണ്ട് ആരും കൈപിടിക്കാനില്ലാത്ത ഈ മഹ്ശറിൽ നിന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണ് ഈ ഖുർആൻ. ഇഖ്റഊ അസ്സഹ്റാവൈനി فإنهما يأتيان يوم القيامة غمامتان أو غيايتان.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ഖുർആൻ ആല ഇംറാനും അൽ ബഖറയും പാരായണം ചെയ്യണം. അത് പരലോകത്ത് നിങ്ങൾക്ക് തണലിട്ട് തരും, മേഘം തണലിട്ട് നൽകുന്നത് പോലെ. പക്ഷിക്കൂട്ടങ്ങൾ തലക്കുമീതെ പറക്കുമ്പോൾ താഴെ കിട്ടുന്ന തണല് പോലെ അൽ ബഖറയും ആല ഇംറാനും നിങ്ങൾക്ക് തണലിട്ട് നൽകുമെന്നാണ്. ആരാണ് നിന്റെ ഇമാം എന്ന് ഖബറിൽ വെച്ച് ചോദിക്കുമ്പോൾ ആ ഇമാം ഖുർആനാണെന്ന് പറയാൻ സഹോദരന്മാരെ നമുക്ക് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബയാനുൽ ലിന്നാസ്, ഈ ഖുർആനിനെ ജനങ്ങൾക്കുള്ള വ്യാഖ്യാനമാക്കി വ്യക്തമായ തെളിവാക്കി വെച്ചിരിക്കുകയാണ്. സന്മാർഗമാണിത്. പക്ഷേ സന്മാർഗം നയിക്കേണ്ടത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആരെയാണോ അല്ലാഹു ഈ ഖുർആനിന്റെ, ഈ ഇസ്ലാമിന്റെ, ഈ ദീനുൽ ഹഖിന്റെ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത് അവന് ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്. അവന് ഈ ഖുർആൻ ഇമാമായിട്ട് മാറും. നാളെ ഖബറിൽ അവന് പറയാം, നിന്റെ ഇമാം ഖുർആനാണ്. ഈ സൗഭാഗ്യമെല്ലാം നമുക്ക് കൊണ്ടെത്തിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മേൽ സ്പെഷ്യൽ കാരുണ്യം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാത്ത എന്താണ് നമ്മൾ ഇവിടെ നുകരുന്നത്? നാം ശ്വസിക്കുന്ന വായു നിലച്ചുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, കാർമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ ഇറക്കുന്നത്? ഭൂമിക്കകത്തെ വെള്ളത്തെ ഞാൻ വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഉറവജലം? നിങ്ങൾക്ക് പെയ്യിക്കാൻ സാധിക്കുമോ മഴവെള്ളം? നമുക്ക് വേണ്ടതെല്ലാം പടച്ച റബ്ബിന്റെ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്. ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയാൻ പറ്റിയാൽ പടച്ച റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണവൻ. ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയാൻ പറ്റിയാൽ പടച്ച റബ്ബിന് പ്രിയപ്പെട്ടവനാണവൻ. കാൽനടയായിട്ട് സഞ്ചരിച്ച് കാല് പൊട്ടി വിണ്ടു കീറി ആ അവസ്ഥയൊന്നും ഇന്ന് നമുക്കില്ല. നമ്മുടെ കാലുകളിൽ ചെരുപ്പുണ്ട്, ദേഹത്ത് വസ്ത്രമുണ്ട്, നമുക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, നമുക്ക് കിടന്നുറങ്ങാൻ വീടുണ്ട്. എല്ലാം പടച്ച റബ്ബിന്റെ നിഅമത്താണ്. എല്ലാം തന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ദൂതനെ ഉണ്ടാക്കി തന്ന പടച്ച റബ്ബ് വലിയ കാരുണ്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു മലക്കായിരുന്നു ദൈവമെങ്കിൽ, പ്രവാചകനെങ്കിൽ ആളുകൾ എന്താ പറയാ? മലക്കിനിപ്പോ എന്തും പറ്റും, മനുഷ്യനല്ലേ ഞങ്ങളൊക്കെ, അതുകൊണ്ട് പടച്ചോൻ എന്ത് കണ്ടിട്ടാ അപ്പൊ മലക്കളെ പറഞ്ഞയച്ചേ ഞങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കും അല്ലേ? ഒരു റസൂലിനെ അയച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യന്മാർ പറയും, ഒരു ഗൈഡ് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടല്ലേ ഞങ്ങളോട് ഇതൊക്കെ പറയേണ്ടത്, ഒരു ഗൈഡിനെ ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്നവർ പറയുമായിരുന്നു. യാതൊരുവിധ ന്യായങ്ങൾക്കും സ്കോപ്പില്ലാത്ത വിധം പടച്ച റബ്ബ് മനുഷ്യന്റെ കൂടെ ജീവിച്ച, അവന്റെ വികാരങ്ങളെ അനുഭവിച്ചിട്ടുള്ള, എല്ലാ പ്രയാസങ്ങളും നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയമിച്ചിരിക്കുകയാണ്. യത്ലു അലൈഹിം ആയാതി, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓതിത്തരുകയാണ്. അതിലൂടെ വയുസക്കീഹിം, അവൻ നമ്മളെ ആ പ്രവാചകനിലൂടെ അള്ളാഹു നമ്മെ സംസ്കരിക്കുകയാണ്. എല്ലാവിധ പാപങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ ശുദ്ധീകരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ, കിതാബിനെ ഖുർആനിനെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ വൽ ഹിക്മ, അതിന്റെ വ്യാഖ്യാനമായിട്ടുള്ള സുന്നത്തിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തന്ന് നമ്മെ എല്ലാവിധ വേണ്ടാവൃത്തികളിൽ നിന്നും നമുക്ക് മോശമായിട്ടുള്ള എല്ലാറ്റിൽ നിന്നും നമ്മളെ സംസ്കരിക്കാൻ അള്ളാഹു നമ്മിലേക്ക് ഒരു പ്രവാചകൻ അയച്ചു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത്, അവിടുത്തെ ആ ഒരു നിയോഗം, മക്കക്കാർ എല്ലാവരും ഒരുമിച്ച് കാത്തുനിന്നതാണ് ഒരു പ്രവാചകന്റെ വരവ്. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിന്റെ ആദ്യാനുഭവം ഉണ്ടായപ്പോൾ അന്ന് ജീവിച്ചിരുന്ന അറിയപ്പെട്ട ഒരു വേദപുരോഹിതനായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അയാൾ പറഞ്ഞത്, ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് വന്ന ജിബ്രീലാണ്. അങ്ങിലൂടെ പ്രകടമാകുന്ന പ്രവാചകത്വത്തിന്റെ ലക്ഷണമാണ്. മുൻ വേദങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രവാചകനാണ് അങ്ങയുടെ നാട്ടുകാർ കളവാക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, നാട് കടത്തുമ്പോൾ അങ്ങയുടെ കൂടെ ഒരു യുവാവായിട്ട്, അങ്ങേക്ക് പിൻബലമായിട്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വറഖത്ത് ബിൻ നൗഫൽ എന്ന പണ്ഡിതൻ, വേദപുരോഹിതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് മക്കയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നു. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹു,
നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അറിയുന്ന പോലെ അറിയാം മുഹമ്മദ് നബിയെ. നിങ്ങൾ കള്ളനാണെന്ന് പറയുന്നു, ഭ്രാന്തനാണെന്ന് പറയുന്നു, കവിയാണെന്ന് പറയുന്നു, അല്ലെ, കെട്ടുകഥകൾ ഉന്നയിച്ചവനാണെന്ന് പറയുന്നു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നവനാണെന്ന് പറയുന്നു, പലതും നിങ്ങൾ പറയുന്നു. ഇതെല്ലാം കളവാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം നിങ്ങളുടെ മക്കളെ അറിയുന്ന പോലെ മുഹമ്മദ് നബിയെ നിങ്ങൾക്കറിയാം. ഗതികെട്ടിട്ടും അവരുടെ നിർബന്ധ സാഹചര്യത്തിൽ അവർ തമ്മിലുണ്ടായിരുന്ന ഫൈറ്റ് കൊണ്ടുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിച്ചത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയല്ലെന്ന് അവർക്കാർക്കും വാദമില്ല. മറിച്ച് നബിയാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ നാളിതുവരെ തുടർന്നു വന്ന ഫൈറ്റ് അവിടെ പരാജയം സമ്മതിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അസൂയയും പകയും വിദ്വേഷവും നിങ്ങളുടെ മാത്സര്യ ബുദ്ധിയുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. ജൂത ക്രൈസ്തവരെ നിങ്ങൾക്ക് എന്തു പറ്റി? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഒരു പ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ട് ആ പ്രവാചകനിലൂടെ ശരിയായിട്ടുള്ള ബയ്യിന ഇറക്കി തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുണ്ടാക്കിയ നിയമങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ പ്രവാചകനിലേക്ക് തിരിച്ചു വരാത്തത്? وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു എന്ന് മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ ജനതയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരെയും മക്കയിലുള്ള ആളുകൾക്ക് നബിയെ നന്നായിട്ടറിയാം. ജൂത ക്രൈസ്തവർക്ക് പ്രമാണങ്ങളിലൂടെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. എല്ലാവരും അവരുടെ മാത്സര്യവും അസൂയയും കാരണത്താൽ പ്രവാചകൻ നിഷേധിച്ചു എന്നല്ലാതെ ഒരാൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല എന്ന് അക്കാലഘട്ടത്തിൽ പറയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് ഈ ദീൻ. വഅത്മംതു അലൈക്കും നിഅമതി, ഈ ദീൻ കൊണ്ട് നിങ്ങളെ ഞാനിതാ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ദീനാകുന്ന അനുഗ്രഹം നമ്മിലേക്ക് അള്ളാഹു എത്തിച്ചു തന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അള്ളാഹു പ്രവാചകനെ അയച്ചിട്ടും നീ അനുഗ്രഹിച്ചിരിക്കുന്നു, ഖുർആൻ ഇറക്കിയിട്ടും അനുഗ്രഹിച്ചിരിക്കുന്നു, ദീനുൽ ഇസ്ലാം നൽകിയിട്ടും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം നമുക്ക് ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഉമ്മയാണ്, എന്റെ ഭാര്യയാണ്, എന്റെ മക്കളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ വാക്ക് എത്രത്തോളം സത്യസന്ധമാണ്, എത്രത്തോളം ആ സ്നേഹം നമ്മൾ സത്യസന്ധമായി പാലിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ പ്രവാചകനെയാണ് എന്ന് പറയുന്നത് സഹോദരന്മാരെ എത്രത്തോളം സത്യസന്ധമാണ് നമ്മൾ പരിശോധിക്കണം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പാരന്റ്സിനേക്കാളും സ്വന്തം മക്കളെക്കാളും മറ്റേതിനേക്കാളും മറ്റാരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകാതെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ സൂറത്ത് തൗബയുടെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരാണോ മാതാക്കളാണോ നിങ്ങളുടെ മക്കളാണോ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളാണോ നിങ്ങളുടെ ഇണകളാണോ നിങ്ങളുടെ സമ്പത്താണോ നിങ്ങളുടെ കച്ചവടമാണോ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും പ്രിയപ്പെട്ടത് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ആ കലിമത്തു ഷഹാദയില്ലേ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് സത്യസന്ധമായിട്ടായിരിക്കണം നമ്മൾ ഉരുവിടുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രം ഒരാൾ മുസ്ലിം ആകുന്നില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുകൂടെ പറയുമ്പോഴാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരിയായ മുസ്ലിമായി മാറുന്നത്. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ത്വാഅതുഹു ഫീമാ അമറ വതസ്ദീഖുഹു ഫീമാ അഖ്ബറ വസ്തിനാബു മാ നഹാ അൻഹു വസജറ വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ. അതാണ് അതിന്റെ വ്യാഖ്യാനം. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന്റെ 4 ഷർത്തുകൾ പറഞ്ഞിരിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം 4 കാര്യം അംഗീകരിക്കുകയാണ്. ഈ 4 കാര്യം നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ത്വാഅതുഹു ഫീമാ അമറ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത് അത് അപ്രകാരം അനുസരിക്കുക എന്നുള്ളതാണ്. അപ്രകാരം അനുസരിക്കുക.
ചോദ്യം ചെയ്യാതെ അനുസരിക്കപ്പെടേണ്ട ഒരു നേതൃത്വം നമുക്കുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞില്ലേ, ഭൂമിയിൽ ആരുടെ വാക്കിലും തള്ളേണ്ടതുണ്ട്, കൊള്ളേണ്ടതുണ്ട്, ഇല്ല സാഹിബ് ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമസ്ഥന്റെ വാക്കുകൾ ഒഴികെ. അത് മുഴുവൻ കൊള്ളാനുള്ളതാണ്, അതിലൊന്നും തള്ളാനില്ല. എനിക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല, ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ എന്റെ പാരമ്പര്യം ഇതല്ല, ഇതൊന്നും പറയാനാകില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവൻ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചേ പറ്റൂ. ജീവിതത്തിലുടനീളം പലിശ വന്നു നിൽക്കുന്ന സമയം പലിശയെക്കുറിച്ച് റസൂലുള്ളാഹ് എന്തു പറഞ്ഞു? ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. ആരെ? അക്കിലുർ റിബ വ മുകിലഹു വ കാതിബഹു വ ഷാഹിദൈ, പലിശ തിന്നുന്ന, തീറ്റിക്കുന്ന, എഴുതുന്ന, സാക്ഷി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ശപിച്ചിരിക്കുന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനാകണം. സ്വർണ്ണമോതിരം ധരിച്ചു വന്ന സ്വഹാബിയോട് പ്രവാചകൻ ചോദിക്കുകയാണ്, നരകത്തിലെ തീക്കഷ്ണമാണോ നീ ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച പ്രവാചകൻ അത് ഊരി വലിച്ചെറിഞ്ഞു. നബി പോയപ്പോൾ ആളുകൾ പറഞ്ഞു, അതെടുത്തോ, നിന്റെ പെൺമക്കൾക്ക് ഉപയോഗിക്കാം, നിനക്കത് വിറ്റിട്ട് കാശാക്കാം, അതിലൊന്നും പ്രശ്നമില്ല, ധരിക്കാനാണ് പ്രയാസമുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിച്ചെറിഞ്ഞ ആ മോതിരം ഇനി ഞാൻ തൊടുക പോലുമില്ല എന്നാണ് ആ സഹാബി പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, ഇതാണ് ത്വഅതുഹു ഫീമാ അമറ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചുവോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അനുസരണം എന്നതിന് ത്വഅത്ത്, ഇത്തിബാഅ് എന്നൊക്കെ അറബിയിൽ പറയാറുണ്ട്. ആ ത്വഅത്തും ഇത്തിബാഉം ഒക്കെയാണ് അതിൽ ഉണ്ടായിരിക്കേണ്ടത്. സ്നേഹവും അനുസരണയും പ്രകടമാകുന്നത് എങ്ങനെയാണ്? ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുകയാണ്, നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ അവനെ അനുസരിക്കും. കാരണം ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുസരിക്കുന്നവനായിരിക്കും. അപ്പൊ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ആ ഇഷ്ടം പ്രകടമാകേണ്ടത് അനുസരണത്തിലൂടെയാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവനാണ് സ്വർഗ്ഗം. അതനുസരിച്ചില്ലെങ്കിൽ ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളിൽ ഫിത്ന വന്ന് ഭവിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോൾ സഹാബി വനിതമാർ ഒട്ടും താമസിച്ചില്ല. അവരുടെ വസ്ത്രത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ചെടുത്ത് അവർ മുഖമൊക്കനെ ഉണ്ടാക്കി മാറുമറച്ചാണ് പുറത്തുപോയത്. പുരുഷന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അനുസരണത്തിൽ അവർ കാലതാമസമുണ്ടായില്ല. ഇന്നത്തെ ട്രെൻഡ് ഇതാണ്, എന്റെ ആഗ്രഹം ഇതാണ്, എനിക്കിഷ്ടം ഇതാണ്, എന്റെ പ്രായം ഇതാണ്, ഞങ്ങളുടെ തറവാട് അങ്ങനെയാണ്, ഇന്ന് കല്യാണത്തിന്റെ ഒക്കേഷൻ അല്ലേ, ഇതൊന്നുമില്ല. എല്ലായിടത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവനാകണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവൻ രണ്ടാമതായി ചെയ്യേണ്ടത് വതസ്ദീഖുഹു ഫീമാ അഖ്ബറ, അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയിച്ചു നൽകിയതെല്ലാം സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമയൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ദീന് പറഞ്ഞിട്ടില്ല. റസൂൽ നിങ്ങൾ നടന്നു പോവാണ്. സ്വഹാബത്തിന്റെ ഈത്തപ്പന കുലകൾ പരസ്പരം പരാഗണം ചെയ്യിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തിനാണത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടത് നൽകൂലേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ സ്വഹാബത്ത് ആ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി. ഇന്നും ചെയ്യുന്നുണ്ട്. പിറ്റത്തെ വിളവെടുപ്പിൽ അവർക്ക് വലിയ നഷ്ടമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് സ്വഹാബത്ത് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അഅലമു ബി ഉമൂരി ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദീനായിട്ട് പറഞ്ഞതല്ല, നബി അത് ദുനിയാവായിട്ട് പറഞ്ഞതാണ്. ബദറിന്റെ സന്ദർഭത്തിൽ ഒരു സ്വഹാബി വന്നിട്ട് നബിനോട് ചോദിക്കാൻ, നബിയെ, ഇവിടം ടെന്റ് അടിക്കാൻ, ഇവിടം നമ്മുടെ സ്ഥലം സെലക്ട് ചെയ്യാൻ അള്ളാന്റെ വഹീയുണ്ടോ? അതല്ല, നിങ്ങളുടെ യുദ്ധതന്ത്രമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹീ പ്രത്യേകമായിട്ട് വന്നിട്ടില്ല, ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലമാണ്. അപ്പോൾ സ്വഹാബി പറഞ്ഞു, എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങാം, അതായിരിക്കും ഒന്നുകൂടെ സേഫ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് നീങ്ങി. കാരണം ഇത് വഹീയാണോ, അതിൽ ചേഞ്ചസ് പറ്റില്ലെന്ന് സ്വഹാബത്തിന് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിട്ട് പറഞ്ഞതെല്ലാം വഹീയാണ്. വമയന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ വലൗ തഖവ്വല അലൈനാ ബഅദുൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൽ. നബിയെ, താങ്കളുടെ സ്വന്തം ഇഷ്ടമെങ്ങാനും ദീനിന്റെ പേരിൽ പറഞ്ഞാൽ കഴുത്ത് ഞെരിക്കും, അങ്ങയുടെ ജീവൻ ഞാൻ ഇല്ലാതാക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ശരിയായിട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിനെതിരായിരിക്കാം, നമ്മുടെ തറവാടിന്റെ നിലപാടിനെതിരായിരിക്കാം, പാരമ്പര്യത്തിനെതിരായിരിക്കാം, അതൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് എവിഡൻസ് ആണ്. തെളിവില്ലയോ അത് ഇസ്ലാമല്ല. ഒരാള് പറഞ്ഞു, ഒരു ഹോജ പറഞ്ഞു, ഒരു തങ്ങൾ പറഞ്ഞു, മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഏത് മഹാൻ, ഏത് ഹോജ? ഇസ്ലാമാണോ? തെളിവ് വേണം. അതുകൊണ്ട് ആ ജൂത ക്രൈസ്തവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ഞങ്ങളല്ലാതെ സ്വർഗ്ഗത്തിൽ പോവുകയില്ലെന്നവർ പറഞ്ഞപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞു, ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, ബ്രിങ് ദ എവിഡൻസ്, തെളിവ് കൊണ്ടുവരൂ, നിങ്ങളാണ് സ്വർഗ്ഗത്തിലെന്നതിന് എന്താണ് തെളിവ്? മുൻ വേദങ്ങളിലുണ്ടോ? അള്ളാഹുവിന്റെ പക്കൽ നിന്നൊരു തെളിവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്. തെളിവില്ലാത്തതൊന്നും ദീനല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ ചെയ്യുന്നില്ലേ, നിങ്ങൾ മൈക്കുപയോഗിക്കുന്നില്ലേ, നിങ്ങൾ സമ്മേളനം നടത്തുന്നില്ലേ, അതല്ലല്ലോ ഇവിടെ ചോദ്യം. ഈ കർമ്മത്തിന് എന്താണ് തെളിവ് എന്നാണ്. സ്പെസിഫിക് ആണ് വിഷയം. ഈ ചെയ്യുന്ന കാര്യത്തിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ എന്നല്ല. ഇതിനുള്ള തെളിവാണ് ആദ്യം വേണ്ടത്. ഇതിനുള്ള തെളിവാണ് ആദ്യം വേണ്ടത്. ആയത്തുകളുണ്ടോ, ഹദീസുകളുണ്ടോ, പ്രവാചകന്റെ മാതൃകയുണ്ടോ, സ്വഹാബത്തിന്റെ പരിചയിച്ച് അവർക്ക് ശീലമുണ്ടോ, അതിനുള്ള തെളിവില്ലോ ഇല്ലയോ, അത് ദീനല്ല. ദീൻ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആണ്. ഒരു ദിക്റിന്, ഒരു ദുആക്ക്, ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു നിസ്കാരത്തിന് അസ്ല് വേണം. മനസ്സിലായില്ലേ? അസ്ല് വേണം. അസ്ലില്ലയോ എത്ര നല്ല കർമ്മമായിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ തെളിവുണ്ടോ അത് വിശ്വസിക്കണം. അതുകൊണ്ടാണ് അബൂബക്കറിന് സിദ്ദീഖ് എന്ന പേര് വന്നത്. ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് കിലോമീറ്റർ അക്കരെ കിടക്കുന്ന ഫലസ്തീനിലെ മസ്ജിദ് അഖ്സയിലെത്തി. അവിടെ നിന്ന് ആകാശത്ത് പോയി, 7ാം ആകാശത്തിൽ സിദ്റത്തുൽ മുൻതഹയിൽ പോയി പടച്ചറബുമായി സംസാരിച്ച് തിരിച്ചു വന്ന് മക്കയിലേക്ക് തന്നെ എത്തി. വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിലെന്ത് ലോജിക്കാണുള്ളത്? അതിലെന്ത് സയൻസാണുള്ളത്? സയൻസിനും അപ്പുറത്താണ് പടച്ചറബിന്റെ വഹയ്യ്. സയൻസിനും അപ്പുറത്താണ് ഈ അലമാരയിൽ അട്ടിയിട്ട് കിടക്കുന്ന ഈ ഖുർആൻ. സയൻസിനെ വെല്ലുവിളിക്കുന്നുണ്ട് ആ ഗ്രന്ഥം. ഇവിടുത്തെ ബുദ്ധിജീവികളെ, അറിവാളന്മാരെ, ചിന്തകന്മാരെ, ഭാഷാ പടുക്കളെ, ഇവിടുത്തെ ശാസ്ത്രകാരന്മാരെ, ലോകം കണ്ട വലിയ ബുദ്ധിജീവികളെന്നറിയപ്പെടുന്ന ആളുകളെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം. ഇന്നേ വരെ 1400 കൊല്ലമായിട്ട് ഈ ഖുർആനിന് പകരം വെക്കാൻ ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ ഒരാൾക്കും പറ്റിയിട്ടില്ലെങ്കിൽ സയൻസിനും ചിന്തക്കും ബുദ്ധിക്കും അറിവിനും ഗവേഷണത്തിനും അപ്പുറത്താണ് ഈ ഖുർആൻ. മനുഷ്യന് കണ്ടുപിടുത്തം നടത്താൻ പറ്റുന്ന ഇത്തിരി പോന്ന് അവന്റെ തലച്ചോറിലാണ്. അവൻ കണ്ടെത്തിയ ടെക്നോളജിയാണ് AI-യും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമൊക്കെ. ഈ തലച്ചോറുണ്ടാക്കിയവനാണ് പടച്ചറബ്. ആ പടച്ചറബിന്റേതാണ് ആ ഖുർആൻ. ആ ഖുർആൻ വഹയിലൂടെ, ജിബ്രീലിലൂടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്തതാണെന്നതിൽ സംശയമില്ല. സംശയമുള്ളവരെ വെല്ലുവിളിക്കുന്നു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി. ഈ ഖുർആൻ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മുഹമ്മദിന് ഇറങ്ങിയതല്ലെന്ന് വാദിക്കുന്നവരെ, നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഒരു സൂറത്ത്, ഇന്നാ അതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, സ്മോളസ്റ്റ് സൂറ ഇൻ ഖുർആൻ, സൂറത്തുൽ കൗസർ. അതുപോലത്തെ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ എന്ന് 1400 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവർ നബി അറിയിച്ചു തന്നതാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയത് മാറ്റിവെക്കണം. വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, വിലക്കിയത് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തണം നിങ്ങൾ. മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫഅലൂ മിൻഹു മസ്തതഅതും.
ഞാൻ നിങ്ങളോട് വിലക്കിയത് പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കണം. വതുറുക്കൂ എന്നല്ല പറഞ്ഞത്, ഫജ്തനിബൂ എന്നാണ്. അതിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ പരമാവധി ചെയ്യണം. കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ പരമാവധി എന്ന് പറഞ്ഞു. എന്നാൽ തെറ്റിനെ നിങ്ങൾ ഒഴിവാക്കണം, ഞാൻ വിലക്കിയത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ പരമാവധി എന്ന് പറഞ്ഞില്ല. അവിടെ പരമാവധിയല്ല, ടോട്ടലി. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെല്ലാം വിലക്കിയോ അതെല്ലാം, ഈവൻ പുരുഷന്മാരോട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞു. എന്താ പുതിയ പാന്റിന്റെ അവസ്ഥ? ബാഗി ജീൻസും പുതിയ പേരുകളെ അറിയപ്പെടുന്ന പാന്റുകൾ റോഡ് അടിച്ചു വാരിയിട്ടാണ് പോകുന്നത്. നിനക്ക് ഭംഗിയുണ്ടാകാം, പക്ഷേ അള്ളാഹു നോക്കുകയില്ല, സംസാരിക്കുകയില്ല, സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. ആർക്ക്? അൽ മുസ്ബിൽ, ഉടുതുണി നെരിയാണിക്ക് താഴെ അഴിച്ചിട്ട് നടക്കുന്നവൻ. മനസ്സിലായി? അത് മുകളിലേക്ക് കൊടുത്താൽ മാലിന്യമാകാതെയും അല്ലെ അലക്കുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ഭൗതികമായിട്ടെങ്കിലും ചിന്തിച്ചിട്ട് അത് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. നല്ലൊരു കൾച്ചറാണ് ഇസ്ലാം പഠിപ്പിച്ചെന്ന ആ കൾച്ചർ. അത് പാലിക്കണം. റസൂലുള്ള വിലക്കിയ കാര്യമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ. മോശപ്പെട്ട തരത്തിലുള്ള ജീവിതക്രമങ്ങൾ, ട്രെൻഡിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അല്ലെ പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും മറ്റു കാര്യങ്ങളുടെ പേരിൽ സൗന്ദര്യ ബോധം വർദ്ധിച്ചിട്ട് എന്തെല്ലാമോ കാണിച്ചു കൂട്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഹറാമുകളെ മാറ്റിവെക്കണം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മൂന്നാമത്തെ തേട്ടം. നാലാമത്തെ തേട്ടം, അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണോ ദീൻ ആചരിച്ചത് അങ്ങനെ. നബിക്കതിന്റെ ആവശ്യമില്ല. എങ്ങനെ ആവശ്യമില്ല എന്ന് പറയാം? നബിപ്പ എങ്ങനെ അങ്ങനെ പറയോ? എന്താ നബി അങ്ങനെ പറയാതെ പോയത്? സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും ഞാൻ കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രവാചകൻ എന്തേ പറയാതെ പോയി? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്നെ നിയോഗിച്ചത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ഞാൻ പഠിപ്പിച്ചതിനപ്പുറം ഒരാളും പോകണ്ടാന്ന് റസൂലുള്ളാഹ് അറുത്തു മുറിച്ചു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിച്ചത് അങ്ങനെയാണ് ആരാധിക്കുന്നത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. എന്റെ കൽപ്പനയില്ലാത്ത, എന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം ഈ ദീനിന്റെ പേരിൽ ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ യഅനി ഗൈറു മഖ്ബൂൽ, അത് തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുന്നതല്ല. പടച്ചിറബത് അവഗണിക്കും. പരലോകത്ത് റസൂൽ ആട്ടി ഓടിക്കും. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പിരിശം മൂത്തിട്ട് നബി കാണിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടു നടന്ന ആളുകളെ നബി കൈപിടിക്കുമെന്നാണ് ഉസ്താദ് പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഹദീസ് പറഞ്ഞത്, സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവരെ, അതിൽ കടത്തിക്കൂട്ടിയവരെ നിങ്ങൾക്ക് വിദൂരമെന്ന്. ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതിനേക്കാൾ വലിയ ഭവിഷ്യത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയില്ലാത്തൊരു കാര്യം പുണ്യം പ്രതീക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എന്നത്, ചെയ്യാൻ കൽപ്പിച്ചൊരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാതെ പോയാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ പരിക്കുണ്ടാക്കും. അതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉൾക്കൊള്ളുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം അനുസരിക്കാനും പ്രവാചകനെ സത്യപ്പെടുത്താനും വിലക്കിയതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുവാനും അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണോ ഈ ദീനിനെ ആചരിച്ചത്, സ്വഹാബത്ത് എങ്ങനെയാണോ അത് കണ്ടു മനസ്സിലാക്കി ആചരിച്ചത്, അപ്രകാരം തന്നെ ആചരിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ധാരാളം രോഗികൾ അഡ്മിറ്റാണ്, പലരും ചികിത്സയിൽ ഒബ്സർവേഷനിലാണ്, പലരും വീട്ടിലാണ്. ഇവിടെ വരുന്നവരും പലരും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫാവൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ആധികളെയും ആശങ്കകളെയും പ്രയാസങ്ങളെയും കുടുക്കുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിനും അള്ളാഹു ഖൈറും ബറകാത്തുകളും വർഷിപ്പിക്കുമാറാവട്ടെ. പടച്ചിറബ് നൽകിയ റഹ്മത്തിന്, നിഅമത്തിന് ശുക്ർ കാണിച്ച് ജീവിക്കുന്ന വിനയാന്വിതന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. കടമകളും കടപ്പാടുകളും മനോഹരമായി പൂർത്തീകരിച്ച് കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സ്വർഗീയമായ യാത്ര പുറപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. ജീവിതത്തെ ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ചുപോയ അബദ്ധങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അതിന്റെ ആധാറുകളെ അള്ളാഹു നമ്മെ തൊട്ട് തടയുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ രാജ്യത്ത് നമുക്ക് സമാധാനവും സ്വതന്ത്രവും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. ഈ രാജ്യത്ത് വർഗീയവൽക്കരിക്കാനുള്ള ആളുകളുടെ ബോധപൂർവമായ ശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തോൽപ്പിക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തി അള്ളാഹു ഛിന്ന ഭിന്നമാക്കുമാറാവട്ടെ.
അള്ളാഹു ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ പട്ടിണി ദൂരീകരിക്കുമാറാവട്ടെ. അവരെ വേദനയിലാഴ്ത്തുന്ന ആളുകൾക്ക് അള്ളാഹു കനത്ത തിരിച്ചടിയും പരാജയവും പതനവും ഏൽപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.